ബിസിനസ്സിൽ വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടോ, ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ച ഒരാൾ നിങ്ങളെ വഞ്ചിച്ചു, വർഷങ്ങളോളം കഷ്ടപ്പെട്ടത് ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളുടെ മനസ്സ് പറഞ്ഞിട്ടുണ്ടോ, മതി, ഇനി എനിക്ക് കഴിയില്ല എന്നൊക്കെ? അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർക്കുക, അത് നിങ്ങളുടെ യഥാർത്ഥ ശബ്ദമല്ല, അത് താൽക്കാലികമായ ഒരു ഭയത്തിൻ്റെ, അതായത് കുറച്ച് നേരം മാത്രം ജീവനുള്ള ഒരു ഭയത്തിൻ്റെ ശബ്ദമാണത്. ഞാൻ OH റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവും അല്ലേ, അതിനൊഴിവാക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ പ്രതിസന്ധികൾക്ക് മുന്നിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. ഒരേ കൊടുങ്കാറ്റ് ചില സമയത്ത് ചില മരങ്ങളൊക്കെ വേരോടെ അങ്ങോട്ട് പിഴുതെറിയപ്പെടും. അതേ കൊടുങ്കാറ്റ് തന്നെ ചില മരങ്ങളുടെ വേരുകളെ കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്യും. ഈ കൊടുങ്കാറ്റിനോട് മല്ലിട്ടിട്ടാണ് ചില മരങ്ങൾക്കൊക്കെ ആ നിലനിൽക്കാനുള്ള കരുത്ത് വന്നത്. ജീവിതം അങ്ങനെ തന്നെ. ചിലരെ പരീക്ഷണങ്ങൾ തകർക്കും, മറ്റു ചിലരെ അതേ പരീക്ഷണങ്ങൾ പുനഃസൃഷ്ടിക്കും, കൂടുതൽ കരുത്തരാക്കും. ഇതിൻ്റെ പേരാണ് ആൻറ്റി ഫ്ലജൈൽ മനോഭാവം എന്ന് പറയും. അത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല, അത് പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടുതൽ ശക്തനാകുന്ന ജീവിതമാണത്. ഏതായാലും ഈ 5 തീരുമാനങ്ങൾ നിന്നെടുക്കണം. ഒന്നാമത്, ഇരവാദ മനോഭാവം ഉപേക്ഷിക്കുക. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ ചോദ്യം ചോദിക്കണ്ട? അത് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. ഈ ചോദ്യത്തിന് പകരം ഇത് എന്താ എന്നെ പഠിപ്പിക്കുന്നത്, ഇതിൽ നിന്ന് ഞാൻ എന്താ പഠിക്കുക എന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങണം. ആ ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, അതായത് ചോദ്യം മാറുമ്പോൾ തന്നെ ജീവിതവും മാറി തുടങ്ങും. രണ്ടാമതായിട്ട്, തിരിച്ചടികളെ ഒരു പരിശീലനമായിട്ട് കാണും. ഓരോ പരാജയവും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കും അല്ലേ? എന്തെങ്കിലും പഠിപ്പിക്കും, ചെറിയ കാര്യങ്ങൾ പഠിപ്പിക്കും അല്ലേ? അതുപോലെ തന്നെ ഓരോ വിമർശനം, നമ്മളെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, അതൊരു കണ്ണാടിയാണ്. ഓരോ നഷ്ടവും അടുത്ത തീരുമാനത്തെ കൂടുതൽ ബുദ്ധിപരമായിട്ട് എടുക്കാൻ സഹായിക്കില്ലേ? ആ ബുദ്ധി എവിടെ നിന്നാണ് കിട്ടുന്നത്? വെറുതെ വന്നതാ? ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടല്ലേ? ജീവിതം ഒരിക്കലും നിങ്ങളെ ശിക്ഷിക്കുന്നില്ല, ജീവിതം നിങ്ങളെ പരിശീലിപ്പിക്കുക. മൂന്നാമതായിട്ട്, വികാരത്തെ പ്രവർത്തനമാക്കുക. അതായത് നമുക്കൊരു സങ്കടം ഉണ്ടല്ലോ, ദേഷ്യമുണ്ട്, അതിനൊരു പവർ എന്നറിയത്തിന്. ഹേർട്ട് ബീറ്റ് കൂടി ഉണ്ടാവും, ശ്വാസോച്ഛ്വാസം കൂടി ഉണ്ടാവും, തൊണ്ടയിൽ നിന്ന് വെള്ളം എടുത്തുണ്ടാവും. അങ്ങനെ ആ ഒരു നിരാശയിൽ ഇങ്ങനെ സപ്രസ്ഡ് ആയിട്ട് ഇരിക്കാനുള്ളതല്ല. നിരാശയിൽ ദിവസങ്ങളോളം ഇരിക്കരുത്. ചെറുതായിട്ട് ഒന്ന് തുടങ്ങിയാൽ മതി. ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുക, ചെറിയ സ്റ്റെപ്പ്. ഓക്കെ, ഒരുപക്ഷെ നിരാശ വരുന്നത് നമ്മൾ ചെയ്യാനുള്ള വലിയ കാര്യത്തെ എല്ലാം കൂടെ ചിന്തിച്ചിട്ടായിരിക്കും. അതിന് പറ്റി ഒരു ചെറിയൊരു സ്റ്റെപ്പ് എടുക്കുക. ഒരു ഫോൺ കോൾ, ഒരു പുതിയ പദ്ധതി, ഒരു പുതിയ മീറ്റിംഗ്, സിമ്പിൾ തിങ്. ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാനാണെങ്കിൽ ഒരു പുതിയ വീഡിയോ, റീസ്റ്റാർട്ട്, ഒരു പുതിയ പഠനം, പ്രവർത്തിക്കുക എന്നുള്ളതാണ് അല്ലേ നിരാശയേക്കാൾ ശക്തമായത്. എന്തിനാണ് നിരാശപ്പെടുന്നത്? സിന്ദഗി അബി ഭി ബാക്കി ഹേ. നാലാമതായിട്ട്, ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു സംഭവമായി മാറരുത്, അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറണം. അതായത് വിജയിക്കുമ്പോൾ മാത്രം ആത്മവിശ്വാസം ഉണ്ടാകുക അതല്ല, നമ്മളുടെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവമാണ്. അത് ഏത് അവസ്ഥയിലും അതുണ്ടാവും. അത് പരാജയത്തിന് ശേഷം എഴുന്നേൽക്കുന്നവൻ അല്ലേ, അവിടെയല്ല യഥാർത്ഥ ശക്തി, യഥാർത്ഥ വിജയി ജനിക്കുന്നത്. അഞ്ചാമതായിട്ടൊരു കാര്യം, ഒരിക്കലും വളർച്ച നിർത്തരുത്. ഓക്കെ, ഒരു പ്രതിസന്ധി കഴിഞ്ഞ ഒരു ചോദ്യം മാത്രം ചോദിക്കുക, ഈ ഒരു അനുഭവം എന്നെ എങ്ങനെ കൂടുതൽ മികച്ച ഒരു മനുഷ്യനാണ്? താങ്ങാൻ പറ്റാത്ത തന്നെ, പക്ഷേ ഇങ്ങനെയൊക്കെ താങ്ങാൻ ശേഷി ഉണ്ടാക്കി എടുത്തവരല്ലേ ഒരു സ്റ്റെൽത്ത് മാതിരി, അതായത് ഒന്നും തകർക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ബുൾഡൗസറായി മാറുന്നത് അല്ലേ. അതാണ് നിങ്ങളുടെ അടുത്ത വിജയത്തിൻ്റെ തുടക്കം. ഓർമ്മിക്കുക, സ്വർണം തീയിലാണ് മോൾഡ് ചെയ്യപ്പെടുന്നത് അല്ലേ, പരീക്ഷിക്കപ്പെടുന്നത്. വജ്രം, കരിക്കട്ടയായിട്ടുള്ള വജ്രം സമ്മർദ്ദത്തിലാണ് രൂപപ്പെടുന്നത്. ശക്തമായ വ്യക്തിത്വങ്ങൾ പ്രതിസന്ധിയിലൂടെ മാത്രമാണ് പക്വത നേടുന്നത്. അതുകൊണ്ട് നിങ്ങൾ നേരിടുന്ന വെല്ലുവിളി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് നിങ്ങളുടെ ഏറ്റവും വലിയ തീരുമാനത്തിൻ്റെ തുടക്കം. ഞാൻ IEAS എന്ന പരിശീലനം, ഇതിലൂടെ ഞാൻ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ പുറത്തല്ല, ഇറ്റ്സ് വിത്തിൻ ദം. അവർക്കുള്ളില്ല ഭയം, സംശയം, അമിത ചിന്ത, ആത്മവിശ്വാസക്കുറവ്. ഇതിനൊക്കെ മറികടന്ന് സ്വന്തം ഉള്ളിലെ ഊർജത്തെ ഉണർത്താൻ പഠിക്കുമ്പോഴാണ് വെല്ലുവിളികളെ കാണുന്ന രീതി മാറുന്നത്. എപ്പോഴാ? സ്വന്തം ഉള്ളിലെ ഊർജത്തെ ഉണർത്താൻ പഠിക്കുമ്പോഴാണ്. സോ IEAS, ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം വിത്ത് മീ. യു വാണ്ട് ദാറ്റ്? എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന ലൈവ് പവർ സെഷനുകളിൽ ആഴ്ചത്തോറുമുള്ള പരിശീലനം, യഥാർത്ഥ ജീവിത അനുഭവങ്ങളിലൂടെയും ഉയർന്ന പ്രകടനത്തിനുള്ള മനോഭാവം രൂപപ്പെടുത്താനും സഹായിക്കുന്ന പ്രായോഗിക പരിശീലനം IEAS. നിങ്ങളുടെ ആവശ്യം വെറുതെ ഇങ്ങനെ മോട്ടിവേഷൻ കിട്ടുക അത് മാത്രമല്ലല്ലോ. ഓരോ ദിവസവും ഇങ്ങനെ വീഡിയോ കാണുക, മോട്ടിവേറ്റഡ് ആവുക. നിങ്ങളുടെ ചിന്താരീതിയെ തന്നെ മാറ്റട്ടെ. നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥ ശക്തിയെ ഉണർത്തണ്ടേ? തയ്യാറാണോ? ദെൻ യു കം.
കാരണം ശക്തമായിട്ടുള്ള ഒരു ജീവിതം അത് യാദൃശ്ചികമായി ഉണ്ടാകുന്നതല്ല, അത് ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഭയങ്ങളും സങ്കോചങ്ങളും അനാവശ്യമായിട്ടുള്ള മുഖംമൂടികളും എങ്ങനെയാണ് നമ്മുടെ ഊർജം ചോർത്തുന്നത്, കൂടുതൽ സത്യസന്ധവും വ്യക്തവുമായ ഒരു ജീവിതം എങ്ങനെ കൂടുതൽ സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും നൽകും, അബ്സല്യൂട്ട് ട്രാൻസ്പാരൻസി, പൂർണ്ണമായ സുതാര്യത എന്ന ആശയത്തെ നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കും. സോ ഡോണ്ട് മിസ് ഇറ്റ്.